വിപുലീകരണത്തിൽ ഒരു മുഴം മുൻപേ എറിഞ്ഞുള്ള മുസ്ലിം ലീഗിന്റെ നീക്കത്തിൽ കോൺഗ്രസിലും UDF-ലും കടുത്ത അതൃപ്തി. കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലേക്ക് പരോക്ഷമായി സ്വാഗതം ചെയ്തുള്ള ലീഗ് നിലപാടാണ് അതൃപ്തിക്ക് കാരണം. ഇതിനിടെ വെൽഫെയർ പാർട്ടിയെ ഒരു ഘട്ടത്തിലും മുന്നണിയിൽ എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. തദ്ദേശത്തിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കവേ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രവേശനത്തെ ചൊല്ലി UDF-ലും കോൺഗ്രസിനുമകത്തും കല്ലുകടി തുടങ്ങിക്കഴിഞ്ഞു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി വിഭാഗത്തിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അത്ര കണ്ട് ചെവി കൊടുത്തിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് UDF-നകത്ത് ലീഗ് വെടിപൊട്ടിച്ചിരിക്കുന്നത്. UDF ആശയവുമായി വരുന്നവർ മുന്നണിയിൽ ചേരണം, ജോസ് കെ മാണി വിഭാഗം മുന്നണിയിൽ ചേരുമെന്നാണ് പ്രതീക്ഷയെന്നും വ്യക്തമാക്കിയായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു മുഴം മുൻപേ എറിഞ്ഞുള്ള ലീഗ് നേതൃത്വത്തിന്റെ പ്രതികരണം. ഭാവി വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതിയിട്ടുള്ളത്. UDF-ന്റെ അടിത്തറ ഭദ്രമാക്കുക എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ UDF-ലെ ഘടകകക്ഷികളും കോൺഗ്രസ് അടക്കമുള്ള അടക്കമുള്ള കക്ഷികളൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളോട് സമാപന ചിന്താഗതിയുള്ള ആളുകൾ, പാർട്ടികൾ അവരൊക്കെ തന്നെ UDF-ലേക്ക് വരുമെന്നാണ് പ്രതീക്ഷ. ഇതിനിടെ തീവ്രവാദ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള വെൽഫെയർ പാർട്ടിയെ മുന്നണിയിലെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ തുടങ്ങിയതായാണ് ലീഗിന്റെ ഇപ്പോഴത്തെ പ്രതികരണത്തിലുള്ളത്. കൂടുതൽ UDF-ന്റെ അടിത്തറ ഭദ്രമാക്കാൻ ആശയപരമായി യോജിക്കുന്നവർ UDF-ആയിട്ട് യോജിക്കണം. UDF ആലോചിക്കേണ്ട കാര്യമാണ്. പക്ഷേ UDF-നോട് ആശയപരമായി യോജിക്കുന്ന പാർട്ടികൾക്ക് കൂടുതൽ വരാനുള്ള ഒരു സാഹചര്യമുണ്ട്, വേണം എന്നാണ് ലീഗിന്റെ അഭിപ്രായം എന്നാണ് തങ്ങൾ പറഞ്ഞത്. മാണി വിഭാഗത്തിന്റെ UDF പ്രവേശന സാധ്യത ഘടകകക്ഷിയായ ജോസഫ് വിഭാഗം തള്ളുകയും ചെയ്തിട്ടുണ്ട്. ജോസ് കെ മാണിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടെന്നായിരുന്നു ജോസഫിന്റെ പ്രതികരണം. അതേസമയം ലീഗിന്റെ സ്വാഗതമേതായാലും ഘടകകക്ഷികളുടെ എതിർപ്പിലും വ്യക്തമായ മറുപടി പറയാൻ KPCC നേതൃത്വം ഇപ്പോൾ തയ്യാറായേക്കില്ല. ജനം, കോഴിക്കോട്.